CA ഫൗണ്ടേഷൻ ലോ പേപ്പറിൻ്റെ RTP ഡിസ്കഷനാണ് നമ്മളിവിടെ ചെയ്യുന്നത്. January 25 അറ്റംപ്റ്റിലേക്കുള്ളത്. ഇത് ഈ വീഡിയോ സീരീസിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കോൺട്രാക്ട് ആക്ട് ചെയ്തിരുന്നു. സെക്കൻഡ് പാർട്ടിൽ വി ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്. സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി കോൺസിക്വൻസസ് ഓഫ് ഡിസ്ട്രക്ഷൻ ഓഫ് സ്പെസിഫൈഡ് ഗുഡ്സ് ബിഫോർ മേക്കിംഗ് ഓഫ് കോൺട്രാക്ട് ഓഫ് സെയിൽ ആൻഡ് ആഫ്റ്റർ എഗ്രിമെൻറ്റ് ടു സെൽ? സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ സ്പെസിഫിക് ഗുഡ്സ് ഡിസ്ട്രോയിഡ് ആയാൽ രണ്ട് സിനാരിയോയിൽ കോൺട്രാക്ട് എൻ്റർ ചെയ്യുന്നതിന് മുന്നേ ഡിസ്ട്രോയിഡ് ആയ എന്താണ്ടാവുക? കോൺട്രാക്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞു, സെയിൽ നടന്നിട്ടില്ല, എഗ്രിമെൻറ്റ് സെയിൽ എൻ്റർ ചെയ്തു, സെയിൽ നടന്നില്ല, ഇതിൻ്റെ ഇടയിൽ ഡിസ്ട്രോയിഡ് ആയ എന്താണ്ടാവുക എന്നുള്ളത് രണ്ടും ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ സ്പെസിഫിക് ഗുഡ്സിനെ പറ്റിയാണ്. ആൻഡ് സ്പെസിഫിക് ഗുഡ്സിന് എന്താ സംഭവിച്ചത്? സ്പെസിഫിക് ഗുഡ്സ് ഡിസ്ട്രോയിഡ് ആയി. സെല്ലർ ബയർ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് വിൽക്കാമെന്ന് പറഞ്ഞു, എൻ്റെ കാറ് ഞങ്ങൾക്ക് വിൽക്കാമെന്ന് പറഞ്ഞു, ആ കാറ് ഡിസ്ട്രോയിഡ് ആയി. സ്പെസിഫിക് ഗുഡ്സ് ആണ്, അത് ഡിസ്ട്രോയിഡ് ആയാൽ വാട്ട് വിൽ ഹാപ്പൻ? കോൺട്രാക്ട് വോയിഡ് ആയി. ഇത് അൺഅസർട്ടൻ ഗുഡ്സ് അല്ല, എൻ്റെ അടുത്ത് 5 കാറുണ്ട്, നിങ്ങൾക്ക് ഒന്ന് വേണമായിരുന്നു, അതിൽ ഒന്ന് ഡിസ്ട്രോയിഡ് ആയി, അപ്പോൾ 4 ഉണ്ട്, ഏതെങ്കിലും ഒന്ന് സെയിൽ ചെയ്യാൻ പറ്റും. ഒരു സ്പെസിഫിക് പ്രോഡക്റ്റ് അത് ഡിസ്ട്രോയിഡ് ആയി, വോയിഡ്. പക്ഷേ ഇത് കവർ ചെയ്യുന്ന സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ 2 സെക്ഷൻ ഉണ്ട്. സെക്ഷൻ 7 ഉണ്ട്, സെക്ഷൻ 8 ഉണ്ട്. സെക്ഷൻ 7 പറയണത് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നതിന് മുന്നേ ഡിസ്ട്രോയിഡ് ആയി, സെല്ലർ ബയർ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നതിന് മുന്നേ ഡിസ്ട്രോയിഡ് ആയാൽ ആക്ട് പറയുന്നത് ഈസ് വോയിഡ് എന്നാണ്, കോൺട്രാക്ട് ഈസ് വോയിഡ്. സെക്ഷൻ 8 പറയണത് പാർട്ടീസ് എഗ്രിമെൻറ്റ് ടു സെയിലിൽ എൻ്റർ ചെയ്തു, സെയിൽ നടന്നിട്ടില്ല, ഇതിൻ്റെ ഇടയിൽ ഡിസ്ട്രോയിഡ് ആയി, നമ്മൾ വിൽക്കാമെന്ന് എഗ്രി ചെയ്തു, സെയിൽ നടന്നിട്ടില്ല, ഇതിൻ്റെ ഇടയിൽ ഡിസ്ട്രോയിഡ് ആയാൽ ആ കേസിൽ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് പറയണത് ബിക്കംസ് വോയിഡ് എന്നാണ്. രണ്ടും വോയിഡ് ആണ്. നൗ യു നോ ദി ഡിഫറൻസ് ബിറ്റ്വീൻ ഈസ് വോയിഡും ബിക്കംസ് വോയിഡും. ഈസ് വോയിഡ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് തൊട്ടേ വോയിഡ് ആയിരുന്നു, ബിക്കംസ് വോയിഡ് എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ വാലിഡ് ആയിരുന്നു, പിന്നീട് വോയിഡ് ആയതാണ്. നമ്മൾ കോൺട്രാക്ട് ആക്ടിൽ സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റി മാറി. അപ്പോൾ ഇതിന് നമ്മൾ വിളിക്കുന്ന വേറെ പേരാണ് വോയിഡ് ab initio. Okay. Question number 9. Goods perishing ആണ് ഡിസ്ട്രോയിഡ് ആവുക ബിഫോർ മേക്കിംഗ് ഓഫ് കോൺട്രാക്ട്. സെക്ഷൻ 7. അപ്പോൾ ഇതിൽ പറയുന്നത് എ കോൺട്രാക്ട് ഫോർ സെയിൽ ഓഫ് സ്പെസിഫിക് ഗുഡ്സ് ഈസ് വോയിഡ്, ഇതാണ് കീവേഡ്, ഈസ് വോയിഡ് വെൻ അറ്റ് ദ ടൈം കോൺട്രാക്ട് വാസ് മെയ്ഡ് ഗുഡ്സ് വിത്തൗട്ട് ദ നോളജ് ഓഫ് സെല്ലർ ഡിസ്ട്രോയിഡ് ആയി. ഇനി സെല്ലറിന് അറിഞ്ഞാലും സാധനം വോയിഡ് തന്നെയാണ്, പക്ഷേ അറിഞ്ഞിട്ടും നിങ്ങൾ ഇല്ലാത്ത സാധനത്തിന് കോൺട്രാക്ട് എൻ്റർ ചെയ്താൽ അത് ഫ്രോഡ് പോലെയായി, നിങ്ങൾ മറ്റേ പാർട്ടിക്ക് ഡാമേജ് കൊടുക്കാൻ ലാഭം, സാധനം വോയിഡ് തന്നെയാണ്. പിന്നെ ഗുഡ്സ് പെറിഷിംഗ് ബിഫോർ സെയിൽ ആഫ്റ്റർ എഗ്രിമെൻറ്റ് ടു സെയിൽ, ആ സെക്ഷൻ 8 പറയുന്നത്. അപ്പോൾ അവിടെ ദ കീവേഡ് ഈസ് ബിക്കംസ് വോയിഡ്. എവിടെയെങ്കിലും കാണുന്നുണ്ടോ ബിക്കംസ് വോയിഡ്? എഗ്രിമെൻറ്റ് സ്പെസിഫിക് ഗുഡ്സ് സബ്സിക്വൻ്റ്ലി ഗുഡ്സ് ആരും ഫോൾട്ട് കാരണമല്ല ഡിസ്ട്രോയിഡ് ആയതെങ്കിൽ ബിഫോർ ദ റിസ്ക് പാസസ് ടു ബയർ, ബിഫോർ ദ റിസ്ക് പാസസ് ടു ബയർ, ഇതൊന്നും കീവേഡ്സ് അല്ല കേട്ടോ. അതിന് പകരം നിങ്ങൾക്ക് എന്താ എഴുതുക? സെയിൽ നടക്കുന്നതിന് മുന്നേ. എപ്പോഴും റിസ്ക് പാസ് ചെയ്യുക? ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആകുമ്പോൾ. ഓണർഷിപ്പ് എപ്പോൾ ട്രാൻസ്ഫർ ആകും? സെയിൽ നടക്കുമ്പോൾ. അതിന് മുന്നേ ഡിസ്ട്രോയിഡ് ആയാൽ ബിക്കംസ് വോയിഡ്, ഇതാണ് ഇവിടെ കീവേഡ്. സോ ഈസ് വോയിഡ്, സെക്ഷൻ 7 ഈസ് വോയിഡ്, സെക്ഷൻ 8 ബിക്കംസ് വോയിഡ്. ഓക്കെ, പാർട്ടീസ് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും കോൺട്രാക്ട് വോയിഡ് ആണ്. ഇനി ഒരാളെ ഫോൾട്ട് കാരണമാണ് ഡിസ്ട്രോയിഡ് ആണെങ്കിൽ മറ്റേ പാർട്ടിക്ക് ഡാമേജ് കൊടുക്കേണ്ടി വരും. വാട്ട് ആർ ഇംപ്ലൈഡ് കണ്ടീഷൻസ് ഓഫ് സെയിൽ ബൈ സാമ്പിൾ? പിന്നെ ഇംപ്ലൈഡ് വാറൻറ്റീസ് എന്താ അണ്ടർ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്? സെയിൽ ബൈ സാമ്പിൾ, ഒരു മിനിറ്റ്, മഷി കഴിഞ്ഞ് സെയിൽ ബൈ സാമ്പിളിൻ്റെ ഇംപ്ലൈഡ് കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നുള്ളതും പിന്നെ ഇംപ്ലൈഡ് വാറൻറ്റി സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ, ഇത് മൾട്ടിപ്പിൾ ടൈംസ് എക്സാമിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് ഇതിൻ്റെ മുന്നേ ഏതൊക്കെയാണ് വട്ടം? ഒന്ന് May 22 6 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരുന്നു. November 23 RTPയിലും സെയിം ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇംപ്ലൈഡ് കണ്ടീഷൻ സെയിൽ ബൈ സാമ്പിൾ എന്തൊക്കെയാണ്? സാമ്പിൾ കാണിച്ചിട്ട് സെയിൽ നടത്തിയാൽ ബൾക്ക് ഷാൽ കറസ്പോണ്ട് വിത്ത് സാമ്പിൾ, കൊടുത്ത ഗുഡ്സ് സാമ്പിളുമായിട്ട് മാച്ച് ആവണം. പിന്നെ ബയറിന് റീസണബിൾ ഓപ്പർച്യൂണിറ്റി കൊടുക്കണം ചെക്ക് ചെയ്യാൻ. ഞാൻ നിങ്ങൾക്ക് സാമ്പിൾ കാണിച്ചാൽ അതേ പ്രൊഡക്റ്റ് തന്നെ സപ്ലൈ ചെയ്യണമെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് റീസണബിൾ ഓപ്പർച്യൂണിറ്റി തരണം. ഗുഡ്സ് ഷാൽ ബി ഫ്രീ ഫ്രം ഡിഫക്റ്റ്. എങ്ങനത്തെ ഡിഫക്റ്റ്? വിച്ച് വുഡ് നോട്ട് ബി അപ്പാരന്റ് ഓൺ റീസണബിൾ എക്സാമിനേഷൻ. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിരുന്നെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റാവുന്ന ഡിഫക്ട്സ് ഗുഡ്സിലുള്ളായിരുന്നു, ബയറിൻ്റെ ഫോൾട്ടാണ്. റീസണബിൾ എക്സാമിനേഷൻ നടത്തിയാലും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഡിഫക്ട്സിന് ഗുഡ്സ് ഫ്രീ ആവണം. ബൾക്ക് ഷാൽ കറസ്പോണ്ട് വിത്ത് സാമ്പിൾ, ബയറിന് റീസണബിൾ ഓപ്പർച്യൂണിറ്റി കൊടുക്കണം. ഗുഡ്സ് ഷാൽ ബി ഫ്രീ ഫ്രം ഡിഫക്റ്റ് വിച്ച് വുഡ് നോട്ട് ബി അപ്പാരന്റ് ഓൺ റീസണബിൾ എക്സാമിനേഷൻ. ഇതൊക്കെ നമ്മളെ ക്യാവിയറ്റ് എംറ്റർ, ബയർ ബിവെയർ എന്നുള്ള കോൺസെപ്റ്റാണ് ഇവിടെയൊക്കെ ആപ്ലിക്കബിൾ ആവുക. ബയർ ചെക്ക് ചെയ്യണം. ഓക്കെ, പിന്നെ എന്തൊക്കെയാണ് ഇംപ്ലൈഡ് വാറൻറ്റീസ്? 4 ഇംപ്ലൈഡ് വാറൻറ്റീസ് എന്തൊക്കെ? വാറൻറ്റി ആസ് ടു അൺഡിസ്റ്റർബ്ഡ് പൊസഷൻ. ബയർ സാധനം വാങ്ങിക്കഴിഞ്ഞാൽ ആ ഗുഡ്സ് വാങ്ങിച്ചു എന്നുള്ള കാരണം കൊണ്ട് അയാൾ ഡിസ്റ്റർബ്ഡ് ആവാൻ പാടില്ല, അയാൾക്ക് അതിൻ്റെ വിത്തൗട്ട് ഡിസ്റ്റർബൻസ് അത് യൂസ് എൻജോയ് ചെയ്യാൻ പറ്റണം. നോൺ എക്സിസ്റ്റൻസ് ഓഫ് എൻകംബ്രൻസ്, ഫ്രീഡം ഫ്രം ചാർജ് ഓർ എൻകംബ്രൻസ്. വാങ്ങണ പ്രൊഡക്റ്റിൽ ഒരു തേർഡ് പാർട്ടിക്ക് റൈറ്റ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഞാൻ വേറൊരാൾക്ക് പ്ലെഡ്ജ് ചെയ്ത മോട്ടോർ സൈക്കിളാണ് നിങ്ങൾക്ക് വിൽക്കുന്നത്, അപ്പോൾ അവിടെ തേർഡ് പാർട്ടിക്ക് റൈറ്റ് ഉണ്ട്, അത് കാരണം നിങ്ങൾ എഫക്റ്റഡ് ആയാൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാം.
ക്വാളിറ്റി ഓർ ഫിറ്റ്നസ് ബൈ യൂസേജ് ഓഫ് ട്രേഡ്. ഒരു പ്രൊഡക്റ്റ് സാധാരണ മാർക്കറ്റിൽ എന്ത് പേർപ്പസിനാണോ യൂസ് ചെയ്യാറ് ആ പ്രൊഡക്റ്റിന് ഇത് സ്യൂട്ടബിൾ ആവണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ഡാമേജ് ക്ലെയിം ചെയ്യാം. ഇത് ബയർ ഉദ്ദേശിച്ച പെർട്ടിക്കുലർ പേർപ്പസിന് സ്യൂട്ടബിൾ ആവണമെന്നില്ല. ബയർ ഉദ്ദേശിച്ച പെർട്ടിക്കുലർ പേർപ്പസിന് അത് സ്യൂട്ടബിൾ ആണോ അല്ലേ നോക്കൽ ബയറിൻ്റെ ഡ്യൂട്ടിയാണ്. അത് ഒക്കെ ബയർ ബീവെയർ ക്യാവിറ്റ് ടെംപ്റ്റർ. നോർമലി ആ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ എന്ത് യൂസ് ആണുള്ളത് അതിന് സ്യൂട്ടബിൾ ആവണം. ഡേഞ്ചറസ് നേച്ചർ ഗുഡ്സിനുണ്ടെങ്കിൽ അത് ഡിസ്ക്ലോസ് ചെയ്യണം. ഇപ്പോൾ നമ്മളിന്ന് ചില പ്രൊഡക്റ്റിൽ കാണാറുണ്ട് കീപ്പ് ഔട്ട് ഓഫ് ഡയറക്റ്റ് സൺലൈറ്റ്, കീപ്പ് ഔട്ട് ഓഫ് റീച്ച് ഓഫ് ചിൽഡ്രൻ. കാരണം അത് ഡേഞ്ചറസ് നേച്ചറാണ് ആ പ്രൊഡക്റ്റിൻ്റെ. അപ്പോൾ അത് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണം. ഡിസ്ക്ലോസ് ചെയ്യാതെ ബയറിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടായാൽ സെല്ലർ കോമ്പൻസേറ്റ് ചെയ്യാൻ ലയബിൾ ആവും. ദിസ് വാസ് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഇതും പോപ്പുലർ ക്വസ്റ്റ്യൻ ആണ്. ഇതും May 22 6 മാർക്കിൽ വന്നത്. സോ ഈ രണ്ട് ക്വസ്റ്റ്യനും May 22 എക്സാമിൽ ചോദിച്ചതായിരുന്നു. ആൻഡ് May 22 6 മാർക്ക്. പിന്നെ അതിന് പുറമെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ November 23 ഉണ്ടായിരുന്നു. ഇതും November 23 RTPയിൽ സെയിം ആയിരുന്നു. November 21 RTPയിൽ ഉണ്ടായിരുന്നു. September 23 മോക്ക് ടെസ്റ്റിലും ഉണ്ടായിരുന്നു. ഓക്കെ, ബയർ ജ്വല്ലറി ഷോപ്പ് പോയി സെയിൽസ് ഗേളോട് ഡയമണ്ട് നെക്ലസ് വിത്ത് സഫയർ സ്റ്റോൺസ് ചോദിച്ചു. ജ്വല്ലറിയുള്ള ആൾ പറഞ്ഞു നമ്മളടുത്ത് ഒരുപാട് ഡിസൈൻസ് ഉണ്ട് ഡയമണ്ട് നെക്ലസിൻ്റെ, പക്ഷേ അതിലൊക്കെ ബ്ലൂ സ്റ്റോൺ ആണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഡിസൈൻ ഏതാ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ബ്ലൂ സ്റ്റോൺസ് മാറ്റിയിട്ട് നമ്മൾ സഫയർ സ്റ്റോൺ വെച്ച് തരാം, അതിന് നമുക്ക് എക്സ്ട്രാ ചാർജ് വരും. അപ്പോൾ ബയർ സെലക്ട് ചെയ്തു, അതിൻ്റെ പൈസയും കൊടുത്തു, അത് സഫയർ സ്റ്റോൺ വെക്കാനുള്ള എക്സ്ട്രാ കോസ്റ്റും കൊടുത്തു. ജ്വല്ലറർ അവരോട് ഒരാഴ്ച കഴിഞ്ഞിട്ട് തിരിച്ചു വരാൻ പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞ് പോയി നോക്കിയപ്പോൾ നോട്ടീസ് ദാറ്റ് സഫയർ സ്റ്റോണൊക്കെ വെച്ചപ്പോൾ ഇതിൻ്റെ ഡിസൈൻ ടോട്ടലി ഡിസ്റ്റർബ്ഡ് ആയി. ആദ്യം കണ്ട ഡിസൈനിലല്ല. അപ്പോൾ ആൾക്ക് കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യണം ബയറിന്. സെല്ലറാണെങ്കിൽ സമ്മതിക്കണമില്ല, പൈസ കൊടുക്കുന്നില്ല. എന്തുണ്ടാവുകയെന്ന് ചോദിക്കണം. ബയറിന് പൈസ തിരിച്ച് കിട്ടുമോ? സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇനി സെല്ലർ പറയാണ് നമ്മൾ ഡിസൈൻ പഴയ രീതിയിലാക്കി തരാം, അതിന് എക്സ്ട്രാ കോസ്റ്റ് വരും. എന്തുണ്ടാവുക? സി, ബയറിന് പൈസ തിരിച്ചു കിട്ടുമോ? യെസ് കിട്ടും. വൈ കിട്ടും? കാരണം സെയിൽ കോൺട്രാക്റ്റിൽ രണ്ട് ടൈപ്പാണ് കോൺട്രാക്ട്സ്. ഒന്ന് സെയിലുണ്ട്, രണ്ട് എഗ്രിമെൻറ്റ് ടു സെയിലുണ്ട്. സെയിലിൽ ഓണർഷിപ്പ് ഇമ്മീഡിയറ്റ്ലി ട്രാൻസ്ഫർഡ് ആവും. എഗ്രിമെൻറ്റ് ടു സെയിലിൽ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് പറയണത് ഒന്നെങ്കിൽ ഫ്യൂച്ചർ ഡേറ്റിലാണ് ട്രാൻസ്ഫർഡ് ആവുക, അല്ലെങ്കിൽ പറഞ്ഞ പ്രിസ്ക്രൈബ് ചെയ്ത കണ്ടീഷൻസ് ഫുൾഫിൽഡ് ആയാലാണ് ട്രാൻസ്ഫേർഡ് ആവുക. ഇവിടെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിരുന്നു എനിക്ക് ഞാൻ സെലക്ട് ചെയ്ത ഡിസൈനിൽ എനിക്ക് സഫയർ സ്റ്റോൺ വേണമെന്നാണ് പറഞ്ഞത്. സഫയർ സ്റ്റോൺ വെച്ച കാരണം എൻ്റെ സെലക്ട് ചെയ്ത ഡിസൈൻ തന്നെ കൊളായി കഴിഞ്ഞാൽ ഓണർഷിപ്പ് ട്രാൻസ്ഫേർഡ് ആയിട്ടില്ല, കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യുന്ന റൈറ്റ് ബയറിനുണ്ട്. നോ വാട്ട് ഇഫ് സെല്ലർ എക്സ്ട്രാ കോസ്റ്റിൽ റിപ്പയർ ചെയ്ത് തരാം. റിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഓക്കെ, പക്ഷേ എക്സ്ട്രാ കോസ്റ്റിലല്ല, സെല്ലറിൻ്റെ കോസ്റ്റിൽ റിപ്പയർ ചെയ്ത് തരേണ്ടി വരും. ദിസ് വാസ് ക്വസ്റ്റ്യൻ നമ്പർ 11. വേർ അണ്ടർ കോൺട്രാക്ട് ഓഫ് സെയിൽ പ്രോപ്പർട്ടി സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താ? പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഓണർഷിപ്പ് ഓഫ് ഗുഡ്സ് ഇസ് ട്രാൻസ്ഫേർഡ് ഫ്രം സെല്ലർ ടു ബയർ, കോൺട്രാക്ട് ഇസ് കോൾഡ് സെയിൽ. ബട്ട് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ഇസ് ടു ടേക്ക് പ്ലേസ് ഓൺ എ ഫ്യൂച്ചർ ടൈം ഓർ സബ്ജക്ട് ടു സം കണ്ടീഷൻ. അതിന് നമ്മൾ എഗ്രിമെൻറ്റ് ടു സെയിൽ എന്ന് വിളിക്കും. ഇത് ഡെഫിനിഷൻസ് പറയാം സെയിലിനും എഗ്രിമെൻറ്റ് ടു സെയിലിൻ്റെയും. പിന്നെ എഗ്രിമെൻറ്റ് ടു സെയിൽ ബിക്കം സെയിൽ ആ പറഞ്ഞ ടൈം കഴിഞ്ഞാൽ അല്ലെങ്കിൽ പറഞ്ഞ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്താൽ. ഈ ക്വസ്റ്റ്യൻ ഏതിനും ബേസ് ചെയ്തിട്ടുള്ള? ഈ ക്വസ്റ്റ്യൻ ഫുള്ള് പറഞ്ഞ കണ്ടീഷൻസിന് ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ബയർ ജ്വല്ലറും തമ്മിൽ സെയിലല്ല ഇവിടെ സംഭവിച്ചത്, പേയ്മെൻറ്റ് നടന്നു സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ ഇറലവൻ്റ് ആട്ടോ. ക്യാഷ് കൊടുത്തോ കൊടുത്തില്ലേ ഇറലവൻ്റ് ആണ്. ക്യാഷ് കിട്ടിയില്ലെങ്കിൽ അൺപെയ്ഡ് സെല്ലറായി, ലീൻ, സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റ്, അതൊക്കെ എക്സൈസ് ആയി യൂണിറ്റ് 4. അത് സെയിൽ എഗ്രിമെൻറ്റ് സെയിലിൻ്റെ ഡെഫിനിഷനെ ബാധിക്കില്ല, ക്യാഷ് കിട്ടിയോ കിട്ടിയില്ല എന്നുള്ളത്. ഈവൻ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ ക്യാഷ് കൊടുത്തോ കൊടുത്തില്ലേ നോക്കില്ല. ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആയാൽ വി കോൾ ഇറ്റ് എക്സിക്യൂട്ടഡ്, ഓണർഷിപ്പ് ട്രാൻസ്ഫർ പെൻഡിങ് ആണെങ്കിൽ വി കോൾ ഇറ്റ് എക്സിക്യൂട്ടറി. ദിസ് ഇസ് ഡിഫറെൻറ്റ് ഫ്രം ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. ഓക്കെ, അപ്പോൾ ഒറിജിനൽ സ്റ്റോൺ ഡിസ്റ്റർബ്ഡ് ആയി, പഴയ പൊസിഷനിലല്ല. അപ്പോൾ ബയർ ഹാസ് എ റൈറ്റ് ടു അവോയ്ഡ് ദി സെയിൽ ആൻഡ് റിക്കവർ ദി പ്രൈസ് പെയ്ഡ്. ജ്വല്ലർ ഓഫേഴ്സ് ടു ബ്രിങ് ദ നെക്ലസ് ടു ഒറിജിനൽ പൊസിഷൻ, അതിന് എക്സ്ട്രാ കോസ്റ്റ് ചാർജ് ചെയ്യാൻ പറ്റില്ല. നമ്മളിവിടെ ക്വസ്റ്റ്യൻസ് ഒരു റിവിഷൻ പോലെ പ്രൊവിഷൻ പറഞ്ഞ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് പോവുകയാണ്. മെത്തേഡ് ഓഫ് പ്രസൻറ്റേഷൻ ഞാൻ ഇവിടെ ഫോക്കസ് ചെയ്യുന്നില്ല. മെത്തേഡ് ഓഫ് പ്രസൻറ്റേഷൻ ഞാൻ മൾട്ടിപ്പിൾ ടൈംസ്, ഇൻഫാക്ട് പാർട്ട് 1 ജസ്റ്റ് ബ്രീഫ്ലി പറഞ്ഞു പോയിരുന്നു. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഹൗ ടു പ്രസൻറ്റ് ലോ പേപ്പർ എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെറുതെ നിങ്ങളെ ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റിവിഷൻ വിത്ത് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ മാത്രം അങ്ങനെ ചെയ്ത് പോകാട്ടോ. ഓൾറെഡി ഫൗണ്ടേഷൻ RTP ഭയങ്കര ലെങ്തിയാണ്. പാർട്ട് 1 തന്നെ ഏകദേശം 1.5 മണിക്കൂർ ഉണ്ടായിരുന്നു. ജെ ഹോൾസെയിലർ പ്രീമിയം ബസ്മതി റൈസ് ഡെലിവേർഡ് ഓൺ അപ്രൂവൽ 100 bags of rice of 10 kg ഈച്ച് ടു ലോക്കൽ റീറ്റെയിലർ. ഹോൾസെയിലർ ജെ എന്ന് പറയുന്ന ഹോൾസെയിലർ ഒരു റീറ്റെയിലറിന് 100 bags ബസ്മതി റൈസ് കൊടുത്തു. ഗുഡ്സ് ആൻഡ് ഓൺ അപ്രൂവൽ ബേസിസ്. അപ്പോൾ സെക്ഷൻ 24 സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്. ഓൺ സെയിൽ ഓൺ റിട്ടേൺ ബേസിസ് വിത്തിൻ 1 month. ഇഷ്ടപ്പെട്ടാൽ എടുക്കുക, അല്ലെങ്കിൽ 1 മാസത്തിനുള്ള സാധനം തിരിച്ചയക്കുക. ദ നെക്സ്റ്റ് ഡേ റീറ്റെയിലർ സോൾഡ് 5 bags. ഈ കിട്ടിയ ആൾ അതിൽ നിന്ന് 100 bag കിട്ടിയല്ലോ, അതിൽ 5 bag വിറ്റു. കസ്റ്റമർ കേക്ക് വിറ്റു. ഓക്കെ, എ വീക്ക് ലേറ്റർ കെ ഇൻഫോം ദ റീറ്റെയിലർ ദാറ്റ് ദ ക്വാളിറ്റി ഓഫ് ദ റൈസ്
ഉള്ള പ്രൈസിനുള്ള ക്വാളിറ്റി അതില്ല. റീറ്റെയിലർ നൗ വാണ്ട്സ് ടു റിട്ടേൺ ഓൾ ദ ബാഗ്സ് ടു ജെ ഇൻക്ലൂഡിംഗ് ദ 4 ബാഗ്സ് നോട്ട് യൂസ്ഡ് ബൈ കെ. ഇപ്പോൾ സംഭവിച്ചത് എന്താ വെച്ചാൽ 100 ബാഗ് എനിക്ക് ഗുഡ്സ് ആൻഡ് ഓൺ അപ്രൂവൽ ബേസിസിൽ കിട്ടി. അതിൽ 5 ഞാൻ സെയിൽ ചെയ്തു. ഇതിൽ 1 ഇയാൾ യൂസ് ചെയ്തു, ബാക്കി 4 ബാഗ് ഇയാൾ എടുത്തിട്ടുണ്ട്. ഈ 1 യൂസ് ചെയ്തപ്പോൾ അയാൾ പറയണത് ക്വാളിറ്റി പ്രൈസിനുള്ള പോരാ, കംപ്ലയിൻറ്റ് ചെയ്തു ഒരാഴ്ചൻ്റെ ഉള്ളിൽ. ഇവർ തമ്മിൽ 1 മാസത്തെ ഗുഡ്സ് ആൻഡ് ഓൺ അപ്രൂവൽ ബേസിസിലുള്ളതായിരുന്നു. അപ്പോൾ ഇയാൾക്ക് ഇത് ഫുൾ സാധനം തിരിച്ചയക്കണം. ഏത് അയാളെ കയ്യിലുള്ള 95ഉം ഇയാൾ ഉപയോഗിക്കാത്ത 4ഉം പറ്റുമോ എന്നുള്ളത്. സെക്ഷൻ 24 സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ ഗുഡ്സ് ആൻഡ് ഓൺ അപ്രൂവൽ എപ്പോഴാണ് സെയിലായിട്ട് ട്രീറ്റ് ചെയ്യുക? ഒന്നെങ്കിൽ സിഗ്നിഫൈസ് അപ്രൂവൽ, ബയർ സിഗ്നിഫൈസ് ഞാനത് എടുത്തു എന്ന് അറിയിച്ചു. സെക്കൻഡ് സിനാരിയോ എൻ്റെ കണ്ടക്റ്റിലൂടെ അല്ലെങ്കിൽ ആക്ഷൻസിലൂടെ ഞാൻ ഇംപ്ലൈ ചെയ്യാണ് ഞാനത് എടുത്തു എന്നുള്ളത്. ഓർ ഗുഡ്സ് റീറ്റെയിൻ ചെയ്യാണ്, പറഞ്ഞ പീരീഡിനേക്കാൾ കൂടുതൽ റീറ്റെയിൻ ചെയ്തു. ഇനി പീരീഡ് പറഞ്ഞിട്ടില്ലെങ്കിൽ റീസണബിൾ ടൈമിനേക്കാൾ കൂടുതൽ റീറ്റെയിൻ ചെയ്തു. ആ കേസിൽ നമ്മൾ സെയിലായിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ഞാൻ 5 വിൽക്കണോടുകൂടി, വേണോ വേണ്ട ഒന്നും അറിയിക്കാതെ 5 വിൽക്കണോടുകൂടി ഞാനത് അക്സെപ്റ്റ് ചെയ്തായിട്ട് ട്രീറ്റ് ചെയ്യാം. ഇത് ഈ 5 അക്സെപ്റ്റ് ചെയ്തിട്ട് ട്രീറ്റ് ചെയ്തു. അപ്പോൾ ഈ യൂസ് ചെയ്യാത്ത 4 ഞാൻ തിരിച്ചു കൊടുക്കാൻ പറ്റില്ല, ബാക്കി 95 തിരിച്ചു കൊടുക്കാൻ പറ്റും. ഇതുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻസ് എന്താണെന്നും ചോദിക്കുന്നുണ്ട്. സോ ദാറ്റ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 12. ക്വസ്റ്റ്യൻ നമ്പർ 12ൽ സെക്ഷൻ 24 സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് അപ്രൂവൽ ബേസിസിൽ പ്രോപ്പർട്ടി ഇൻ ഗുഡ്സ്, അതായത് ഓണർഷിപ്പ് എപ്പോഴാണ് ട്രാൻസ്ഫർഡ് ആവുക? പേഴ്സൺ ടു ഹൂം ഗുഡ്സ് ആർ ഗിവൺ. ഈ പേഴ്സൺ ടു ഹൂം ഗുഡ്സ് ആർ ഗിവൺ എന്തിനാണ് ഇങ്ങനെയൊക്കെ എഴുതുന്നത്? വെൻ ദി ബയർ എയ്തർ ആക്സെപ്റ്റ്സ് ഓർ ഡസ് സം ആക്ട് വിച്ച് ഇംപ്ലൈസ് അഡോപ്റ്റിംഗ്. ഒന്നുകിൽ നിങ്ങൾ സ്വയം അക്സെപ്റ്റ് ചെയ്തു എന്ന് അറിയിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ആക്ഷൻ ചെയ്യണം, അതിലൂടെ നിങ്ങൾ അഡോപ്റ്റ് ചെയ്തു എന്ന് സിഗ്നിഫൈ ചെയ്തു, ഇംപ്ലൈ ചെയ്തു. അല്ലെങ്കിൽ നിങ്ങൾ ഗുഡ്സ് റീറ്റെയിൻ ചെയ്തു. എത്ര? ബിയോണ്ട് ദ ടൈം ഫിക്സഡ്. ഇപ്പോൾ ഈ കേസിൽ 1 മന്ത്. ഇനി ടൈം ഫിക്സഡ് അല്ലെങ്കിൽ വേർ നോ ടൈം ഇസ് ഫിക്സഡ്, റീസണബിൾ ടൈം കൂടുതൽ നിങ്ങൾ റീറ്റെയിൻ ചെയ്തു. അപ്പോൾ ഈ കേസിൽ സെല്ലർ ഡെലിവേർഡ് 100 ബാഗ് 10 kg ഈച്ച് ടു ലോക്കൽ റീറ്റെയിലർ റിട്ടേണബിൾ ബേസിസിൽ. അതിൽ 100 ബാഗിൽ 5 അയാൾ വിറ്റു. ഇത് ഫുള്ള് ഫാക്റ്റാണ്. ഫാക്ട് പാരഗ്രാഫ് ടൈം ഉണ്ടെങ്കിൽ മാത്രം എക്സാമിൽ കോട്ട് ചെയ്യുക, അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുക. ടൈം ഉണ്ടെങ്കിൽ എഴുതുന്നത് നല്ലതാണ്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇയാൾ കംപ്ലയിൻറ്റ് കിട്ടി. ഇതൊക്കെ ഫാക്റ്റാണ്, ഇത് ഫുള്ള് ഫാക്റ്റാണ്. അപ്പോൾ എന്തുണ്ടാവുക? ലോക്കൽ റീറ്റെയിലർ ഇസ് എൻറ്റൈറ്റിൽഡ് ടു റിട്ടേൺ 95 ബാഗ്സ്. ആ 4 ബാഗ് പറ്റൂല, കാരണം ആ 5 ബാഗ് നിങ്ങൾ സെയിൽ ചെയ്യുന്നതോട് കൂടി നിങ്ങളത് ആക്സെപ്റ്റ് ചെയ്തതായിട്ടാണ് ട്രീറ്റ് ചെയ്യുക. കാഞ്ചൻ ബസ്മതി റൈസ് കുറേ വട്ടം ചോദിച്ച ക്വസ്റ്റ്യനാണ്. നവംബർ 19, ജൂലൈ 21 6 മാർക്ക്, നവംബർ 23 RTP. നവംബർ 23 RTP കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. റിപ്പീറ്റേഷനാണ് ഈ പ്രാവശ്യത്തെ RTP, നവംബർ 23 RTPയുമായിട്ട്. ഓക്കെ, കഴിഞ്ഞ 3 അറ്റംപ്റ്റ് RTP ചെയ്യാനാണ് നമ്മൾ സാധാരണ എല്ലാ എക്സാംസിനും സജസ്റ്റ് ചെയ്യാറ്. നിങ്ങൾക്ക് ടൈം ഇല്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് സ്പീഡ് കൂട്ടിയിട്ട് ഐ വുഡ് സജസ്റ്റ്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ അറ്റംപ്റ്റ് അതിന് മുന്നത്തെ അറ്റംപ്റ്റ് RTP ഒക്കെ ചെയ്തിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് സ്പീഡ് കൂട്ടി കണ്ടു കഴിഞ്ഞ് റിവിഷനായി നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് കവർ ചെയ്യലായി. സെയിം ക്വസ്റ്റ്യൻസ് വരാറുണ്ട് പലപ്പോഴും എക്സാമിൽ. കഞ്ചൻ വെൻ ടു ലോക്കൽ റൈസ് ആൻഡ് ഹോൾസെയിൽ വീറ്റ് ഷോപ്പ്. 100 kg ബസ്മതി റൈസ് ചോദിച്ചു. സെല്ലർ പ്രൈസ് 125 per kg കോട്ട് ചെയ്തു. അത് ബയർ എഗ്രീൻ ചെയ്തു. എന്നിട്ട് എനിക്ക് സാമ്പിൾ കാണണം എന്ന് പറഞ്ഞ് അങ്ങനെ ഷോപ്പ് കീപ്പർ ഒരു പാത്രത്തിൽ സാമ്പിൾ കാണിച്ചു കൊടുത്തു. സാമ്പിൾ എക്സാക്ട്ലി കറസ്പോണ്ടഡ് ടു ദി എൻറ്റയർ ലോട്ട്. അത് മെയിൻ പോയിൻ്റാണ്, നമ്മൾ ആൻസറിനെ ബാധിക്കുന്ന മെയിൻ പോയിൻ്റാണ്. ബൾക്ക് ഷാൾ കറസ്പോണ്ട് സാമ്പിൾ എന്നുള്ള റിക്വയർമെൻ്റ് ഉണ്ട്, അതിവിടെ മാച്ച് ആയിട്ടുണ്ട്. എന്നിട്ട് കാഞ്ചൻ ബയർ കാഷ്വലിയാണ് ചെക്ക് ചെയ്തത്, ശ്രദ്ധിച്ചില്ല എന്ത് സാമ്പിളിൽ കണ്ടെയ്ൻ മിക്സ് ഓഫ് ലോങ് ആൻഡ് ഷോർട്ട് ഗ്രെയിൻസ്. അരിയുടെ ചെറുതും വലുതും മിക്സ് ആണുള്ളത് എന്നുള്ളത് ശ്രദ്ധിച്ചില്ല. എന്നിട്ട് ഇത് ബയർ കുക്കിന് കൊണ്ടേ കൊടുത്തപ്പോൾ കുക്ക് കംപ്ലയിൻറ്റ് ചെയ്തു, ഈ ഇത് വെച്ചിട്ട് ഡിഷ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ ബയർ പറയാണ് സെല്ലറിനോട് നിങ്ങൾ ഫ്രോഡ് ചെയ്തു, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ക്ലെയിം ചെയ്യുക, വാദിക്കുക, നിങ്ങൾ നല്ല ക്വാളിറ്റിയും ചീപ്പ് ക്വാളിറ്റി സാധനം മിക്സ് ചെയ്തിട്ട് ഫ്രോഡ് ചെയ്തു, അതുകൊണ്ട് എനിക്ക് സാധനം വേണ്ട എന്ന് പറയാണ്. സക്സസ്ഫുൾ ആവുമെന്ന് ചോദിക്കുകയാണ്. ഫസ്റ്റ് പാർട്ട് ഓഫ് ദി ക്വസ്റ്റ്യൻ. സെക്കൻഡ് പാർട്ട് ഓഫ് ദി ക്വസ്റ്റ്യൻ, വാട്ട് വുഡ് ബി യുവർ ആൻസർ ഇഫ് എക്സാക്ട് റിക്വയർമെൻറ്റ് ആസ് ടു ലെങ്ത് സ്പെസിഫൈ ചെയ്തിരുന്നെങ്കിൽ ഡിസ്ക്രിപ്ഷനായി, സെയിൽ ബൈ ഡിസ്ക്രിപ്ഷനായി. അവിടെ ഡിസ്ക്രിപ്ഷനായിട്ട് മാച്ച് ആയില്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാൻ പറ്റും. ആദ്യത്തെ കേസിൽ ഫ്രോഡൊന്നുമല്ല, നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓപ്ഷൻ എന്താ? ടേസ്റ്റ് ഇല്ലാത്ത ബിരിയാണി കഴിക്കുക, അല്ലെങ്കിൽ എന്താണ് ഉണ്ടാക്കാൻ പോയത് അത് കഴിക്കുക, ദാറ്റ്സ് ഇറ്റ്. സെല്ലറിന് ലയബിളാക്കാൻ പറ്റില്ല. ഇത് നമ്മൾ നേരത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മറ്റേ അവിടെ ഡിസ്കസ് ചെയ്ത സാമ്പിളിൻ്റെ പ്രൊവിഷൻസിന് ബൾക്ക് ഷാൽ കറസ്പോണ്ട് സാമ്പിൾ റീസണബിൾ ഓപ്പർച്യൂണിറ്റി കൊടുക്കണം, അതൊക്കെ കൊടുത്ത് റീസണബിൾ എക്സാമിനേഷൻ നടത്തിയാലും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഡിഫക്റ്റിന് ഫ്രീ ആയിരിക്കണം ഗുഡ്സ്. ഇവിടെ നോക്കിയിരുന്നെങ്കിൽ കാഷ്വലി ചെക്ക് ചെയ്തു എന്ന് പറഞ്ഞു, പ്രോപ്പർലി നോക്കിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരുന്നു, മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ വിത്തൗട്ട് നോട്ടീസിങ് ബസ്മതി റൈസ് കണ്ടെയ്ൻ മിക്സ്, അപ്പോൾ ബയർ വിൽ നോട്ട് ബി സക്സസ്ഫുൾ, കാരണം കാഷ്വലി എക്സാമിൻ ചെയ്തതാണ്. സെക്കൻഡ്, എക്സാക്ട് റിക്വയർമെൻറ്റ് പറഞ്ഞിരുന്നെങ്കിൽ
ഗുഡ്സ് ഷാൽ കറസ്പോണ്ട് വിത്ത് ഡിസ്ക്രിപ്ഷൻ എന്നുള്ള റിക്വയർമെൻ്റ് ഉണ്ട്. അവിടെ സെല്ലറിന് നിങ്ങളെ ലയബിളാക്കാം, നിങ്ങൾക്ക് സെല്ലറിന് ലയബിളാക്കാൻ പറ്റും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്. രവി സോൾഡ് 500 bags of wheat to തുഷാർ. ഓക്കെ, അപ്പോൾ രവി സെല്ലർ, തുഷാർ ബയർ. സെല്ലർ ബയർ 500 bags ആണ് വിറ്റത്. ഓക്കെ, ഈച്ച് ബാഗ് 50 kg വീറ്റ് ഉണ്ട്. രവി 450 ഇപ്പോൾ റോഡ് ട്രാൻസ്പോർട്ട് വഴി പോയിക്കൊണ്ടിരിക്കുകയാണ്, ട്രക്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് തുഷാർ ഹിംസെൽഫ് 50 kg ഇയാൾ സ്വയം വന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോയി. 450 ഇപ്പോൾ ട്രക്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ 450 കിട്ടുന്നതിന് മുന്നേ തുഷാർ ഇൻസോൾവെൻ്റ് ആയി, ബാങ്ക്രപ്റ്റ് ആയി. രവി സ്റ്റിൽ ബീങ് അൺപെയ്ഡ്, ഇയാൾ അൺപെയ്ഡ് സെല്ലറാണ്. സ്റ്റോപ്സ് ദ ബാഗ് ഇൻ ട്രാൻസിറ്റ്, ഇത് ഇയാൾ തടയം ചെയ്തപ്പോൾ. ഒഫീഷ്യൽ റിസീവർ, ഇയാൾ ഇൻസോൾവെൻ്റ് ആയതുകൊണ്ട് അയാൾക്ക് കോർട്ട് അപ്പോയിൻ്റ് ചെയ്ത് കൊടുക്കുന്ന ഏജൻറ്റ്, ഒഫീഷ്യൽ റിസീവർ അല്ലെങ്കിൽ ഒഫീഷ്യൽ അസൈൻ അല്ലെങ്കിൽ ലിക്വിഡേറ്റർ ക്ലെയിം ചെയ്യാണ് ആ 450 ബാഗ് എന്തുണ്ടാവുക എന്നുള്ളത്. സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ സെല്ലർ അൺപെയ്ഡ് ആണെങ്കിൽ, നമ്മൾ യൂണിറ്റ് 4 സെല്ലർ അൺപെയ്ഡ് ആണെങ്കിൽ അയാൾക്ക് സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റ് എക്സൈസ് ചെയ്യാൻ പറ്റും. ബയർ ഇൻസോൾവെൻ്റ് ആയാൽ എക്സൈസ് ചെയ്യാൻ പറ്റും. നൗ വാട്ട് ഇഫ് 500 ബാഗിൻ്റെ കോൺട്രാക്റ്റിൽ 50 ബാഗ് ഓൾറെഡി കൊണ്ടുപോയില്ലേ, അപ്പോൾ ലീനും സ്റ്റോപ്പേജും ട്രാൻസിറ്റും നഷ്ടപ്പെടുമോ? ഇല്ല, നഷ്ടപ്പെടില്ല. ബാക്കിയുള്ള ബാഗിൽ നിങ്ങൾക്ക് എപ്പോഴും എക്സസൈസ് ചെയ്യാൻ പറ്റും. ഒഫീഷ്യൽ റിസീവർ ക്ലെയിം ചെയ്തിട്ട് കാര്യമൊന്നുമില്ല, കിട്ടൂല. സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റ്. When the buyer becomes insolvent, unpaid seller parted with possession എന്ന് പറഞ്ഞാൽ കൊടുത്തു, has a right of stoppage in transit. He may resume the possession of the goods as long as they are in the course of transit. അത് എന്നിട്ട് റീറ്റെയിൻ ചെയ്യാനും പറ്റും പൈസ കിട്ടണ വരെ. അൺപെയ്ഡ് സെല്ലർ പാർട്ടഡ് വിത്ത് ദ ഗുഡ്സ് കാരിയർ, ഇയാൾ ഇൻസോൾവെൻ്റ് ആയി, പൈസ ചോദിക്കുകയാണ്, ഗുഡ്സ് അയാൾക്ക് കൊടുത്തിട്ടില്ല. തുഷാർ ബയർ ബിക്കംസ് ഇൻസോൾവെൻറ്റ്, 450 ബാഗ് ട്രാൻസിറ്റിലാണ്. രവി എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. തുഷാറിന് നോട്ടീസ് കൊടുത്തിട്ട് ഒഫീഷ്യൽ റിസീവർ cannot claim the bags. ഒന്നുകിൽ നിങ്ങൾക്ക് ആക്ച്വൽ പൊസിഷൻ തിരിച്ചെടുക്കാം, അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് ട്രക്ക് ഡ്രൈവറോട് പറയണം നിങ്ങൾ അവിടെ എൻ്റെ ബിഹാഫിൽ ഹോൾഡ് ചെയ്ത് സാധനം കൊടുക്കരുത് എന്ന് പറയാം. ദാറ്റ്സ് ഇറ്റ്. ദിസ് ഇസ് ഓൾ അബൌട്ട് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിലെ RTP ഡിസ്കഷൻ. എൻ്റെ ഡൗട്ട് ക്ലിയറിംഗ് കമ്മ്യൂണിറ്റി അവൈലബിൾ ആണ്. അതിൽ നമ്മൾ റെഗുലർ ബേസിസിൽ ഡൗട്ട്സ് ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യാം. ഫസ്റ്റ് പാർട്ടിൻ്റെ ലിങ്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ.